കയറിയ എന്റെ മകന്റെ ആത്മാവ് ഒരു കാലത്ത് നിന്നോട് പൊറുക്കില്ല. അടങ്ങി നിന്ന് കേട്ടോ. മക്കളെ, നിങ്ങൾ എന്തിനാ ഈ ബോധത്തോളം പറയുന്നത് കേൾക്കുന്നേ? സ്വന്തം മോനോട് വടിപോലെ കൺമുമ്പിൽ നിൽക്കുമ്പോ അവൻ ഭൂമി ജീവിച്ചിരിപ്പില്ലെന്ന് പറയുന്ന ഒരു അമ്മയോടെ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. അതിനെ എന്നിട്ട് സന്തോഷത്തോടെ വീട്ടിനകത്തോട് കയറി പോവും. അവളതൊക്കെ പറയും, ഇതിനപ്പുറവും പറയും. ചുമ്മാ നിങ്ങൾ ഇങ്ങോട്ട് കയറ്, നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അതുകൊണ്ട് മക്കളെ മക്കളെ ഡി ഇങ്ങോട്ട് വരുവാണി. ഡി ഇത് നിങ്ങളുടെ വീട് ഇല്ലയോ? നിങ്ങൾക്ക് ജീവിക്കാനേ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. ഇങ്ങോട്ട് വരിക, അച്ഛന് പറഞ്ഞേ. നീ എന്റെ വാക്ക് കേൾക്കാതെ വീടിനകത്ത് കാലുകുത്തിയ നാളെ നേരം വിളിക്കുമ്പോ നീ ഇവിടെ കാണുന്നത് എന്റെ ശവമായിരിക്കും. ഈ സത്യഭാമയെ പറയുന്നത് ചെയ്യാനുള്ള മനക്കെട്ടിയും തൊണ്ടയുള്ള സത്യഭാമ. എന്നെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. നീ തോറ്റുപോകും. ഇവക്കെന്തുവാ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അവക്ക് ഒട്ടായി അങ്ങനെ കൂട്ടിയാ മതി. സത്യ അമ്മ വന്നു. ശിവനങ്ങളുണ്ടല്ലോ. അമ്മേ, അമ്മ എവിടെയും പോണ്ട. പോവാണെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകണം. നമുക്ക് പോവാം. നമ്മളിനി ഇവിടെ അല്ല താമസിക്കുന്നു. മക്കളെ മക്കളെ മോളെ, നിങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോവാന്നോ? അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോഴേക്കും സത്യമ്മയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അതുവരെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്നാലും മക്കളെ, എന്തായാലും നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരത്തില്ലേ?